ഖത്തർ വേൾഡ് കപ്പിലെ അർജന്റീനയുടെ ആദ്യ പോരാട്ടത്തിൽ അർജന്റീന 5-6 ഗോളുകൾക്ക് സൗദിയെ പരാജയപ്പെടുത്തുമെന്ന് കണക്കുകൂട്ടിയ അർജന്റീന ആരാധകർക്ക് പോലും വിയക്കുന്നുണ്ട്. സൗദി അർജന്റീനയെ ലോകത്തിന്റെ മുന്നിൽ നാണം കെടുത്തുന്നുണ്ട്. മത്സരശേഷം ഞങ്ങൾ തിരിച്ചു വരുമെന്ന ലിയണൽ മെസ്സിയുടെ വാക്കിൽ വിശ്വാസമർപ്പിച്ച അർജന്റീന ആരാധകർക്ക് 2022 ഡിസംബർ 18 നൽകിയത് ലോകം മാധുര്യമുള്ള കിരീടമായിരുന്നു. ആദ്യ മത്സരത്തിൽ തന്നെ കുഞ്ഞൻ ടീമിനോട് ഫേവറേറ്റ് ലിസ്റ്റിലുള്ള വമ്പന്മാർ തോൽക്കുക, പിന്നെ ഒരൊറ്റ മത്സരം പോലും തോൽക്കാതെ ഒരു ശക്തമായ തിരിച്ചുവരവ് നടത്തുക, ആർക്കാണ് സാധിക്കുക? അത് അർജന്റീനക്ക് തന്നെ. അന്ന് മറ്റുള്ള ടീമുകൾ തിരിച്ചറിഞ്ഞതാണ്, ഇത് ഗ്രൗണ്ടിൽ പായുന്ന ഒരു കൂട്ടം കളിക്കാർ മാത്രമല്ല, ഒരു രാജ്യത്തിനു വേണ്ടി ഒരു കുടുംബമായി പ്രവർത്തിക്കുന്ന, ജീവൻ പോലും പണയം വെക്കാൻ സാധിക്കുന്ന ഒരു സൈന്യമാണ്. 2022 വേൾഡ് കപ്പിന്റെ ഫൈനലിൽ മോണ്ടിയലിന്റെ അവസാന പെനാൽറ്റി കിക്കിന് എലോൻ വലകളെ ചുംബിക്കുമ്പോൾ ലിയണൽ മെസ്സിയുടെ ആനന്ദ കണ്ണീരിന് അവസാനം ഖത്തർ വേൾഡ് കപ്പാണെന്ന് കരുതിയെങ്കിൽ തെറ്റിയിരിക്കുന്നു. അയാൾ വീണ്ടും ആ ടീമുമായി വരികയാണ് 2026 വേൾഡ് കപ്പിനെത്തും മുമ്പ് എല്ലാം സജ്ജമായിരിക്കുമെന്ന് കഴിഞ്ഞ ദിവസമാണ് ലിയണൽ മെസ്സി ഫുട്ബോൾ ലോകത്തോട് പറഞ്ഞത്. ഇപ്പോൾ ഇതാ 4 വർഷങ്ങൾ കഴിഞ്ഞ് മറ്റൊരു വേൾഡ് കപ്പിനെ അർജന്റീന അഭിമുഖീകരിക്കാൻ പോവുകയാണ്. വീണ്ടും ലോകം അർജന്റീനയെ ഉറ്റുനോക്കുകയാണ്. അർജന്റീന ഇപ്പോഴും ഫേവറേറ്റ് ലിസ്റ്റിൽ തന്നെയുണ്ട്. കാരണം സ്കലോണി ഒരുക്കിയെടുത്ത അർജന്റീനയും അതിലെ താരങ്ങളുമാണ്. എന്തുകൊണ്ടാണ് മറ്റുള്ള ടീമുകളെക്കാൾ അർജന്റീന വ്യത്യസ്തമരാകുന്നത്? അത് മെൻറ്റാലിറ്റി തന്നെയാണ്. നിങ്ങൾ ഡിപോളിനെ ശ്രദ്ധിക്കുക, ലിയാൻഡ്രോ പെരഡസിനെ ശ്രദ്ധിക്കുക. എത്ര പ്രഷറാണ് അവർ മധ്യനിരയിൽ ബിൽഡ് ചെയ്യുന്നത്. എതിരാളികൾക്ക് പന്ത് കിട്ടിയാൽ ഒരു സ്പേസ് അനുവദിക്കാതിരിക്കുക, പെട്ടെന്ന് തന്നെ ഫുൾ പ്രഷർ ബിൽഡ് ചെയ്തുകൊണ്ട് പന്ത് തിരിച്ചു പിടിക്കുക. 2018 വേൾഡ് കപ്പിൽ ഹൈലൈൻ ഡിഫൻസ് പാടെ തകർന്ന അർജന്റീനയിൽ വലിയ മാറ്റമാണ് സ്കലോണി വരുത്തിയത്. ഡിഫൻസിനെ മുന്നേറ്റ നിരക്കാരെ അങ്ങോട്ട് ക്ഷണിക്കുന്ന ഡിഫൻസാണ് സ്കലോണി ഒരുക്കിയെടുത്തിരിക്കുന്നത്. കൃത്യതയാർന്ന പാസിങ്ങും മധ്യനിരക്കാർ പന്ത് ഏറ്റുവാങ്ങുന്നതും സ്കലോണിക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുന്നു. ഇത് എതിരാളികളുടെ പേടി സ്വപ്നമാണ്. ഇനി മുന്നേറ്റ നിര നോക്കൂ. ഹൂലിൻ അൽവരസിനെയും ലൗതറോ മാർട്ടിനസിനെയും വിലിയാനോ സിമിയോണിനെ പോലെയുള്ള താരങ്ങൾ മുന്നേറ്റ നിരയിൽ പന്തില്ലെങ്കിലും വെറുതെ നിൽക്കുന്നില്ല, പ്രഷർ ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എതിരാളികളുടെയും ഗോൾ കീപ്പറുടെയും കാലുകളിലേക്ക് പഞ്ഞെടുക്കുന്നു. പ്രഷർ കൂടി എതിർ ടീം ഹൈബോളിലേക്ക് പോകുന്നു. അർജന്റീന പന്ത് തിരിച്ചു പിടിക്കുന്നു. സ്കലോണി ഓരോ മത്സരത്തിലും തന്ത്രങ്ങളും മാസ്റ്റർ പ്ലാനുകളും മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതിലേക്കാണ് എതിരാളികൾ വന്നു വീഴുന്നത്. വേൾഡ് കപ്പ് നിലനിർത്തുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്ലാനുകളിൽ മാറ്റം വരുത്തി എതിരാളികളുടെ പാഠം പഠിച്ചുകൊണ്ടായിരിക്കും സ്കലോണി ഇത്തവണയും അർജന്റീനയെയും കൊണ്ട് വേൾഡ് കപ്പിനെത്തുക. പങ്കെടുത്ത എല്ലാ ടൂർണമെന്റുകളിലും കിരീടം നേടിയ പരിശീലകനാണ് സ്കലോണി. 2019 ടീമിനെ ഏറ്റെടുക്കുമ്പോൾ പറയത്തക്ക വിധം ഒരു നേട്ടവും ടീമിനുണ്ടായിരുന്നില്ല. 21 കോപ്പ അമേരിക്കയിൽ തുടങ്ങിയതാണ്. കോപ്പയിലെ വിജയം വലിയ മാധുര്യമുള്ളതല്ലെന്ന് പറഞ്ഞവർക്ക് ഇറ്റലിയെ വെംബ്ലിയിലിട്ട് 3-0 തകർത്തെറിഞ്ഞുള്ള ഫൈനലിസിമ കിരീടം, പിന്നെ നടന്ന വേൾഡ് കപ്പിൽ എല്ലാവരെയും തൂക്കിയടിച്ചുള്ള വേൾഡ് കപ്പ് കിരീടവും, പിന്നാലെ നടന്ന കോപ്പയിലും ചാമ്പ്യന്മാർ. ഇപ്പോൾ ഇതാ 4 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു വേൾഡ് കപ്പ് എത്തുകയാണ്. മെസ്സിയുടെ ലാസ്റ്റ് ഡാൻസ്. ഇതിൽ അർജന്റീനയും അർജന്റീനയിലെ താരങ്ങളും കുറച്ച് അപകടകാരികളാകും. അതുകൊണ്ട് എതിരാളികൾ സൂക്ഷിച്ചേ തീരൂ. മെസ്സിയുടെ അവസാന ഡാൻസിന് വേണ്ടി, അവസാന ആട്ടത്തിന് വേണ്ടി അവർ തയ്യാറായി കഴിഞ്ഞു. അവസാന സ്ക്വാഡിന് വേണ്ടി ഫുട്ബോൾ ലോകവും അർജന്റീന ആരാധകരും ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. സ്കലോണി സർപ്രൈസുകൾ ഒളിപ്പിച്ച സ്ക്വാഡിനെ ആയിരിക്കുമോ പ്രഖ്യാപിക്കുക? ഏതായാലും കാത്തിരുന്നു കാണാം. കൂടുതൽ വേൾഡ് കപ്പ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം.